സംസ്ഥാനം ഇപ്പോൾ നിശബ്ദ പ്രചരണത്തിന് ഇനി എത്ര ദിവസമാണ് ബാക്കി? നിശബ്ദത്തിനല്ല പരസ്യ പ്രചരണത്തിന് 8 ദിവസം മാത്രമാണ് ബാക്കി. പരമാവധി വിഷയങ്ങൾ പ്രേക്ഷകരിലേക്കും വോട്ടർമാരിലേക്കും ഒക്കെ എത്തിക്കാനുള്ള വലിയ ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. രാഹുൽ ഗാന്ധി ഇന്നുണ്ട്. 2 സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നു. മുഖ്യമന്ത്രി എന്നുള്ളത് കോട്ടയത്താണ്. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി പത്തനംതിട്ട കോട്ടയത്താണ്. അപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് ഈ പറയുന്ന SDPI ഡീൽ ഡീലിൽ തുടങ്ങിയതാണ്. ഇപ്പോഴും SDPI നിന്ന് ചുറ്റിത്തിരിയുന്നു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഫണ്ട് അവിടെ കോൺഗ്രസ് എന്ന് CPM നേതാക്കൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവസാന നിമിഷം അതിങ്ങനെ പല വിഷയങ്ങൾ മാറി മാറി ചർച്ചയിലേക്ക് വരികയാണ്. അപ്പോൾ ഇനി ഏത് വിഷയം എങ്ങനെയൊക്കെ വന്നാലും ജനം തീരുമാനിക്കും ആര് നമ്മളെ ഭരിക്കും എന്നുള്ള കാര്യം. തീരുമാനിക്കാൻ ഇനി 10 ദിവസം മാത്രമാണ് ബാക്കി. ഷഫീദ് റാവുത്തറും സീത്തും ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരുകയാണ്. അതെ, നമ്മൾ പോകുന്നത് ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോ എല്ലാവരും വോട്ടോട്ടത്തിലാണ്. മുഖ്യമന്ത്രിയുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്, മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഓരോരുത്തർ വീതം താരപ്രചാരകരായി എത്തുന്ന ഒരു ഘട്ടമുണ്ട്. പല വിഷയങ്ങളും ചർച്ചകളാകുന്നുണ്ട്. അപ്പോൾ ഡീൽ ഓർ സംതിങ് എന്തായിരിക്കും ഇന്നത്തെ ഈ രാഹുൽ ഗാന്ധിയുടെയും മുഖ്യമന്ത്രിയുടെയും പ്രചാരണ സദസ്സിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് ക്രിസ്tina. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് 10 ദിവസം മാത്രമാണ് ബാക്കി. തെരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ കൊടുമുടി കയറുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം, നമ്മൾ ഇന്നലെ നരേന്ദ്രമോദി പാലക്കാടും തൃശ്ശൂരും എത്തുന്നത് കണ്ടു. ഇന്ന് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം പത്തനംതിട്ടയിലും കോട്ടയത്തുമാണ് അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികൾ നടക്കുക. അതിൽ ഏറ്റവും പ്രധാനം, രാവിലെ 11:30 അദ്ദേഹം അടൂർ KSRTC ജംഗ്ഷനിൽ അദ്ദേഹം പൊതുയോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷം 1 മണിയോടുകൂടി പത്തനംതിട്ട ഓൾഡ് ബസ് സ്റ്റാൻഡിൽ അദ്ദേഹം പൊതുയോഗത്തിൽ പങ്കെടുക്കും. പിന്നാലെ കോട്ടയം പുതുപ്പള്ളി, കോട്ടയത്ത് കഞ്ഞിക്കുഴി, അതേപോലെ കോട്ടയം അതിരമ്പുഴ അടക്കമുള്ള സ്ഥലങ്ങളിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നമുക്കറിയാം, ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് പൊതുയോഗത്തിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഡീൽ വിവാദത്തിൽ പ്രധാനമന്ത്രി മോദി സംസാരിക്കുന്നത് കണ്ടു. കേരളത്തിലെ A ടീം BJP ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് കണ്ടു. അതേപോലെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കിയിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നത് കേട്ടു. അതിനൊക്കെ അപ്പുറത്തേക്ക് പ്രാദേശികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമടക്കം പാലക്കാട് മണ്ഡലത്തിൽ വളരെ പ്രത്യേക സാഹചര്യമായി നരേന്ദ്രമോദി ഇന്നലെ ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ആദ്യം ഉയർത്തുക 2 കാര്യങ്ങളായിരിക്കും. അതിലൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ, 2 ഈ ജില്ലയുടെ മന്ത്രിയായിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധി എണ്ണി പറഞ്ഞേക്കുമെന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് സംസ്ഥാനം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഡീൽ വിവാദമാണ്. ആ ഡീൽ വിവാദം എത്തി നിൽക്കുന്നത് SDPI കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനം, ഇന്നലെ പരസ്യമായിട്ടും അതല്ലാതെയും പരോക്ഷമായിട്ടുള്ള പ്രതികരണം നമ്മൾ കേട്ടു. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കേരളത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടക്കം അതിലെ മറുപടികളെ പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ആ വിഷയത്തിൽ എന്തു പറയും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, പത്തനംതിട്ടയിലേക്ക്, തെക്കൻ കേരളത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ നമുക്കറിയാം, ഈ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ 3 ജില്ലകൾ സംബന്ധിച്ച ഈ തിരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഉദാഹരണത്തിന് നമ്മൾ പത്തനംതിട്ട തന്നെ എടുത്തു പറയുകയാണെങ്കിൽ, പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനം റാന്നി, കോന്നി, തിരുവല്ല, അതേപോലെ അടൂർ, ആറന്മുള, ഈ 5 മണ്ഡലങ്ങളിലും CPM-നെ സംബന്ധിച്ച് വലിയ സ്വാധീനമുണ്ടെന്ന് അവർ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ അടക്കം തിരിച്ചുപിടിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ മിഷനാണ്. ആ മിഷനിൽ രാഹുൽ ഗാന്ധി എത്രത്തോളം ആത്മവിശ്വാസം നൽകും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രവുമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശബരിമല സ്വർണ്ണക്കുള്ള ഈ തെരഞ്ഞെടുപ്പിൽ 2ാം ഘട്ടം സജീവ ചർച്ചയാവുകയാണ്. ആ ചർച്ചയിൽ രാഹുൽ ഗാന്ധി ഏത് വിധത്തിൽ അതിനെ നോക്കിക്കാണുന്നു, മാത്രവുമല്ല സർക്കാരിന്റെ മറ്റു വീഴ്ചകൾ, സർക്കാർ വികസന നേട്ടങ്ങളായി ഉയർത്തുന്ന കാര്യങ്ങൾ രാഹുൽ ഗാന്ധി എന്തൊക്കെ കാര്യങ്ങൾ പറയുമെന്നുള്ളതൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും ഇന്ന് 11:30 അടൂരിൽ രാഹുൽ ഗാന്ധി എത്തുന്നത്. ഈ കാണുന്ന താൽക്കാലികമായി ഒരുക്കിയിരിക്കുന്ന പ്രത്യേക സ്ഥലത്തായിരിക്കും രാഹുൽ ഗാന്ധി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുക. ഇവിടെ ഏതാണ്ട് അരമണിക്കൂർ മാത്രമായിരിക്കും അദ്ദേഹം ചെലവിടുക. അതിനുശേഷം പത്തനംതിട്ടയിലേക്ക് പോകും. പത്തനംതിട്ടയിൽ ആറന്മുള അടക്കമുള്ള മണ്ഡലങ്ങളിലെ പ്രചരണ യോഗത്തിലായിരിക്കും, അതല്ലെങ്കിൽ പൊതുയോഗത്തിലായിരിക്കും രാഹുൽ ഗാന്ധി പങ്കെടുക്കുക എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഇവിടേക്ക് എത്തുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതേസമയം തന്നെ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ് ഇന്ദിരാ ഗ്യാരണ്ടി. അതിന് തുടർച്ചയെന്നോണം ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളുടെ പ്രഖ്യാപനം ഈ വേദികളിൽ ഉണ്ടാകുമോ എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതേസമയം അന്ന് രാഹുൽ ഗാന്ധി പുത്രിക്കണ്ടത്തെ മൈതാനം അവസാനിപ്പിക്കുമ്പോൾ കോൺഗ്രസിൽ വേണ്ടത് ഗ്രൂപ്പ് ഡാൻസ് അല്ല, സംഘനൃത്തമാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ കോന്നി അടക്കമുള്ള സാഹചര്യങ്ങളിൽ പ്രത്യേക സാഹചര്യമുണ്ട്. അടൂർ പ്രകാശ് വിവാദം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ആ വിഷയത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ട എങ്ങനെ പോകണം എന്നുള്ള കാര്യത്തിൽ രാഹുലിന്റെ ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ പൊതുയോഗങ്ങളിൽ ഉണ്ടാകുമോ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഹാഷ്മി, ക്രിസ്ത്യൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.